എവ്രിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ 26-ാം തീയതി അതായത് ഇന്നത്തെ ദിവസം ഇറക്കിയിട്ടുള്ളൊരു റെഗുലേഷനെ കുറിച്ച്, അതിൻ്റെ അമെൻമെൻ്റാണ്. ആക്ച്വലി സപ്ലൈ കോഡിൻ്റെ അമെൻമെൻ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ EV യൂസേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 3.3 kW ചാർജർ യൂസ് ചെയ്യണം. അതിൻ്റെ ഹൈറ്റ്, അതായത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിൽ വെച്ചിരിക്കണം, കുറേ സേഫ്റ്റി ആസ്പെക്ട്സും കൂടി ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും EV ചാർജിങ് സ്റ്റേഷൻ വെക്കണേക്ക് മുമ്പ് ലോഡ് റിവൈസ് ചെയ്യണമെന്ന് പറയുന്നൊരു പോയിൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ EV ചാർജർ കപ്പാസിറ്റി ഈസ് മോർ ദാൻ 50% ഓഫ് ദ കണക്റ്റഡ് ലോഡ് ആണെങ്കിൽ മാത്രം നമുക്ക് കണക്റ്റഡ് ലോഡ് എൻഹാൻസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ, അതായത് ഒരു 5 kW ആളാണെങ്കിൽ അയാളുടെ 50% ലോഡ് എന്ന് പറയുമ്പോൾ 2.5 kW. അപ്പോൾ 3.2 kW ചാർജർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സപ്ലൈ യൂട്ടിലിറ്റിയുടെ KSEB അല്ലെങ്കിൽ ടാറ്റ പവറോ എവിടെ നിന്നാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ മൂന്നാർ പോകണമെങ്കിൽ ടാറ്റയുടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ആണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്ന് കണക്ഷൻ വാങ്ങുമ്പോൾ ലോഡ് എൻഹാൻസ് ചെയ്യണം. അതേസമയം 50% ലോഡിന് താഴെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സാങ്ഷൻ എടുക്കാതെ തന്നെ ഷാൽ നോട്ട് എക്സീഡ് 50% ഓഫ് ദ കണക്റ്റഡ് ലോഡ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അടുത്ത ഒരു കാര്യത്തേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ സബ് റെഗുലേഷൻ 3, അതാണ് ഇപ്പം മിക്ക ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളൊരു സബ് റെഗുലേഷനാണ്. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു പുതിയ ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ ഹൈറൈസ് ബിൽഡിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് ഇവർക്ക് ഇവരുടെ തന്നെ ഇൻഡിവിജ്വൽ ചാർജിങ് പോയിൻറ്റ്സ് കൊടുക്കാം. അതായത് അവരുടെ ഡെസിഗ്നേറ്റഡ് കാർ പാർക്കിംഗ് സ്പേസിൽ തന്നെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ സബ് റെഗുലേഷൻ 3 പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും ഒരു ടേണിംഗ് പോയിൻറ്റ്. ഇപ്പം മിക്ക ആൾക്കാർക്കും കണക്ഷൻ എടുക്കുന്നതിന് കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ പുതിയ ഫ്ലാറ്റുകളാണെങ്കിൽ, പുതിയ അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഫ്ലാറ്റുകളാണെങ്കിൽ ഇതുപോലത്തെ ഈ റെഗുലേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിൽഡർ അത് തന്നേ പറ്റൂ. അതേസമയം എക്സിസ്റ്റിംഗ് ഒക്യുപ്മെൻറ്റ്സ്, അതായത് മൾട്ടിപ്പിൾ ഒക്യുപ്പൻസ് ഉള്ളത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ ഉള്ള സംഭവമാണെങ്കിൽ, അവിടെയാണെങ്കിൽ 2 or more EV ചാർജിങ് ഔട്ട്ലെറ്റ്സ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ ദ കോമൺ ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാർജിങ്, അതായത് കാർ പാർക്കിങ്ങിലല്ല, അല്ലാതെ കോമൺ ഏരിയയിൽ കൊടുക്കണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാം അതായത് ലൈസൻസിൻ്റെ കയ്യിൽ നിന്ന് സാങ്ഷൻ എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ സംബന്ധിച്ച്. പിന്നെ എല്ലാവരും ഇത് വായിച്ചിരിക്കുക, കാരണം ഇതിനകത്ത് കുറേ പുതിയ മാറ്റങ്ങളുണ്ട്. അപ്പം അതെല്ലാവരും വായിച്ചിരിക്കുക. താങ്ക് യു.